ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഈ മരവിപ്പിക്കപ്പെട്ടിട്ടുള്ള 242 അക്കൗണ്ട് ഉടമസ്ഥരെയും അല്ലെങ്കിൽ അതിന് താഴെയുള്ള അക്കൗണ്ട് ഉടമസ്ഥരെയും ഇവർ വിലപേശലിന് കച്ചവടത്തിന് വെക്കുമോ അല്ലെങ്കിൽ നെഗോഷിയേഷന് വെക്കുമോ എന്നൊരു സംശയം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാൻ വേണ്ടി സാധിക്കുമോ? സേവ് ബോക്സ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പാണ്. ഇ ഡി അന്വേഷണം നടന്നതാണ്. ഇ ഡി അന്വേഷണം നടന്നതിന് ശേഷം എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയസൂര്യയുടെ 36 ലക്ഷം രൂപയുടെ സ്വത്ത് മരവിപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് വേറെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇ ഡി ചോദ്യം ചെയ്യാൻ വേണ്ടി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വിളിച്ച സമയത്ത് ഷമാ മുഹമ്മദിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് പോലീസ് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകുന്ന സമയത്ത് ഇത് ഫാസിസമാണ് എന്ന് പറഞ്ഞത് നമ്മളുടെ ശ്രദ്ധയിലില്ലേ? നമസ്കാരം. ഇന്നലത്തെ ഇ ഡി റെയ്ഡിന് ശേഷം വീണയുടെ അക്കൗണ്ടുകളൊക്കെ മരവിപ്പിച്ചു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. സത്യമായിരിക്കാം. നമുക്കറിയാം, ഒരു അന്വേഷണ ഏജൻസി, അതും കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഒരു സ്വാഭാവിക നടപടിക്രമം മാത്രമായിരിക്കും. പ്രത്യേകിച്ച് സാമ്പത്തിക കുറ്റകൃത്യം പോലത്തെ ഒരു കേസിൽ അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുക എന്നുള്ളത് ഒരു നോർമൽ നടപടിക്രമമാണ്. കാരണം എങ്കിലും അന്വേഷണം മുന്നോട്ട് പോകും. പക്ഷെ ആ വാക്ക് കോട്ട് ചെയ്തിട്ട് വരുന്ന വാർത്തകളെല്ലാം ഓൾറെഡി വീണയെ ഒരു ക്രിമിനൽ എന്ന രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു അന്വേഷണ ഏജൻസിയുടെ സ്വാഭാവിക നടപടി, ഇന്നലെ നടന്നതെല്ലാം സ്വാഭാവിക നടപടിക്രമങ്ങൾ തന്നെയായിരിക്കും ഇതടക്കം. അപ്പം അങ്ങനത്തെ ഒരു വാർത്തയെ നമ്മൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഇത്തരം കുറേ ഫാക്ച്വൽ എറേഴ്സ് മനഃപൂർവ്വം വരുത്തുന്നതാവാം. അതിൻ്റെ പിന്നിൽ അപകടാവസ്ഥ എന്തൊക്കെയാണ്? അതായത് ഇന്നലെ ഇ ഡി മരവിപ്പിച്ചിരിക്കുന്നത് മൊത്തം 242 അക്കൗണ്ടുകളാണ് മൊത്തത്തിൽ മരവിപ്പിച്ചിരിക്കുന്നത്. അതിനകത്ത് ഏകദേശം 18.36 കോടി രൂപയാണ് മൊത്തം ഈ 242 അക്കൗണ്ടുകളിലായിട്ടുള്ളത്. അപ്പോൾ ചില അക്കൗണ്ടുകളിൽ 18 കോടി രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ പറഞ്ഞ വീണ തൈക്കണ്ടിയുടെ അക്കൗണ്ടുകൾ ഉണ്ടാവാം. അതുകൂടാതെ തന്നെ കേരളത്തിലെ പല പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെയും അക്കൗണ്ടുകൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി ഇല്ലയുടെ അക്കൗണ്ടില്ലെന്ന് പറയാൻ പറ്റുമോ? മുഖ്യമന്ത്രി കരിമണൽ കടത്തയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കുമോ? ഈ മന്ത്രിസഭയിലുള്ള മറ്റു മന്ത്രിമാർ പണം വാങ്ങിയിട്ടില്ലെന്ന് പറയാൻ വേണ്ടി സാധിക്കുമോ? കാരണം കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയിട്ടുള്ള പല നേതാക്കന്മാരും പണം വാങ്ങിയിട്ടില്ലെന്ന് നിഷേധിക്കാൻ വേണ്ടി സാധിക്കുമോ? അതല്ലെങ്കിൽ BJP നേതാക്കന്മാരിൽ പലരും പണം വാങ്ങിയിട്ടില്ലെന്ന് നിഷേധിക്കാൻ സാധിക്കുമോ? പല IPS IAS ഉദ്യോഗസ്ഥന്മാർ കരിമണൽ കടത്തയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്ന് നിഷേധിക്കാൻ വേണ്ടി സാധിക്കത്തില്ലല്ലോ. ഏതൊക്കെയായാലും ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. കാരണം അത് വ്യക്തമാക്കേണ്ടത് ഇ ഡിയാണ്. ഇ ഡി വളരെ കൃത്യമായിട്ട് തന്നെ അത് വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ മാധ്യമങ്ങളെ സംബന്ധിച്ചിട്ട് മാധ്യമങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് പിണറായി വിജയനാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെട്ടതിനെ പറ്റി അല്ലെങ്കിൽ മരവിപ്പിച്ചതിനെ പറ്റി മാത്രമേ സംസാരിക്കത്തുള്ളൂ. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാധ്യമങ്ങളെ സംബന്ധിച്ചിട്ട് ഇനി അങ്ങോട്ട് ചാകരയുടെ ദിവസമാണ്. ചാകരയുടെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 242 അക്കൗണ്ടുകൾ എന്ന് പറയുമ്പോൾ ഈ 242 അക്കൗണ്ടുകൾ എത്ര ആളുകളുടെ പേരിലുള്ളതാണ് എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതൊരു പക്ഷേ 140 പേരുടെ അക്കൗണ്ടുകളായിരിക്കാം. അതിനെക്കുറിച്ചൊക്കെ ഇ ഡിയാണ് ഇനി വ്യക്തമാക്കേണ്ടത്. കാരണം ഇ ഡി ഇപ്പോഴും അവശേഷിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമാക്കിയിട്ട് പൊതുസമൂഹത്തോട് പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ 242 അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് അത് ആരുടെയൊക്കെ അക്കൗണ്ടുകളാണ്. അത് കൃത്യമായിട്ട് പൊതുസമൂഹത്തോട് പറയാത്ത പക്ഷം പൊതുസമൂഹത്തിന് ചില സംശയങ്ങളുണ്ടാവും. കാരണം ഈ മരവിപ്പിക്കപ്പെട്ടിട്ടുള്ള 242 അക്കൗണ്ട് ഉടമസ്ഥരെയും അല്ലെങ്കിൽ അതിന് താഴെയുള്ള അക്കൗണ്ട് ഉടമസ്ഥരെയും ഇവർ വിലപേശലിന് കച്ചവടത്തിന് വെക്കുമോ അല്ലെങ്കിൽ നെഗോഷിയേഷന് വെക്കുമോ എന്നൊരു സംശയം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാൻ വേണ്ടി സാധിക്കുമോ? ഇ ഡിയുടെ എത്ര കേസുകൾ ഇങ്ങനെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം അക്കൗണ്ട് മരവിപ്പിക്കുന്നു, അതിനുശേഷം പിന്നീട് അതിനെക്കുറിച്ച് യാതൊരുവിധ അന്വേഷണവും നടത്താത്ത എത്ര കേസുകൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഈ സേവ് ബോക്സ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ICL എന്ന് പറയുന്ന കമ്പനിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പരാതി ഉയർന്നിരുന്നു. ഈ സേവ് ബോക്സിന്റെ ഉടമസ്ഥൻ തന്നെ ഈ ICL എന്ന് പറയുന്ന കമ്പനിക്കെതിരെ വലിയൊരു പരാതി കൊടുത്തു. പക്ഷേ പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് ശേഷം കൃത്യമായിട്ട് അയാളെ ഡയറക്റ്റ് ഈ സേവ് ബോക്സ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പാണ്. ഇ ഡി അന്വേഷണം നടന്നതാണ്. ഇ ഡി അന്വേഷണം നടന്നതിന് ശേഷം എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയസൂര്യയുടെ 36 ലക്ഷം രൂപയുടെ സ്വത്ത് മരവിപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് വേറെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ സേവ് ബോക്സിന്റെ ഉടമ ഈ ICL എന്ന കമ്പനിയിൽ പണം ഇൻവെസ്റ്റ്മെന്റ് നടത്തി. അതായത് ഈ സേവ് ബോക്സിന്റെ ഉടമസ്ഥനെ ഈ ICL ഡയറക്ടർ ആക്കാം എന്നും പറഞ്ഞുകൊണ്ട് പണം തട്ടി എന്ന പേരിലാണ് ഇയാൾ പരാതി കൊടുത്തിട്ടുള്ളത്. അതിന്റെ FIR ഉൾപ്പെടെ ഉള്ള വിവരങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. എന്താണ് ഇ ഡി ICL-നെതിരെ നടപടി സ്വീകരിക്കാതിരുന്നത്?
ICLനെതിരെ എന്തെങ്കിലും ഒരു ചെറു വിരൽ അനക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചായിരുന്നോ, ഇഡിക്ക് സാധിച്ചായിരുന്നോ? ഇഡിയെ സംബന്ധിച്ച് ഇഡി ഒരു വലിയ സെറ്റിൽമെന്റ് സംവിധാനമായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഉള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഈ ICL പോലെ എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിൽ കിടക്കുന്നു, എത്രയെത്ര ഉദാഹരണങ്ങൾ. അതുകൊണ്ട് ഇന്നലെ മുരളീധരൻ പറഞ്ഞ വാക്കുകളെ എടുത്തു തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇഡിയിലുള്ള വിശ്വാസം കേരളത്തിലെ പൊതുസമൂഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലെ അവിടെ തിരുവനന്തപുരത്ത് നടന്നു തന്നെ അസ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവമാണ്. രാവിലെ 6 മണിക്ക് മുൻ മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തുന്നു. അവിടെ മകളുടെ പേരിലുള്ള കുറ്റത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭവനം റെയ്ഡ് ചെയ്യുന്നു. 8 മണിക്കൂറോളം യാതൊരു വിധത്തിലുള്ള പത്രക്കുറിപ്പുകളോ കാര്യങ്ങളോ ഒന്നും പൊതുസമൂഹത്തിന് നൽകുന്നില്ല. കാരണം CPMനെ സംബന്ധിച്ച് CPM നേതാക്കന്മാരും പ്രവർത്തകരുമൊക്കെ അസ്വസ്ഥരാകുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീടുകളിലേക്ക് പ്രവർത്തകർ എത്തിച്ചേരുന്നു. പ്രതിഷേധ പ്രകടനങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു. ഇതൊക്കെ ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചില നടപടി മാത്രമാണ് അവിടെ CPMന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അസ്വാഭാവികമായിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടാവും. അതിനല്ലെങ്കിൽ പിന്നെ CPMന്റെ ഒരു പാർട്ടി എന്ന് പറയാൻ പറ്റുമോ? ഇതിപ്പോൾ ഞാൻ പറയട്ടെ, P. ചിദംബരത്തെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് JB മേത്ര MP നേതൃത്വത്തിൽ ഡൽഹിയിൽ റോഡ് ഉപരോധിച്ചിട്ടില്ലേ? ED ചോദ്യം ചെയ്യാൻ വേണ്ടി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വിളിച്ച സമയത്ത് ഷമാ മുഹമ്മദിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് പോലീസ് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകുന്ന സമയത്ത് ഇത് ഫാസിസമാണ് എന്ന് പറഞ്ഞത് നമ്മളുടെ ശ്രദ്ധയിലില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇന്നലെ നടന്നത് അസ്വാഭാവികമായിട്ടുള്ള ഒന്നും CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം ഇന്നലെ അവിടെ നടന്നിട്ടുള്ളത് തികഞ്ഞ ഒരു ഫാസിസമാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു അറ്റാക്കാണ് പിണറായി വിജയനെതിരെ നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിലൊന്നും തർക്കമില്ല. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ UDFന്റെ നേതാക്കന്മാരൊക്കെ വലിയ ആഹ്ലാദത്തിലാണ്. വലിയ ആഹ്ലാദത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ CPMന്റെ പിണറായി വിജയനെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ വടിയാണ് തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇനി നിയമസഭയിൽ എത്തുന്ന സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഈ കൈകൾ പരിശുദ്ധമാണ്, മടിയിൽ കനമില്ല എന്നൊക്കെ വളരെ ശക്തമായ ഭാഷയിൽ നിയമസഭയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ പരിഹസിച്ചുകൊണ്ടായിരിക്കും ഈ ഭരണപക്ഷം പ്രതിപക്ഷ നേതാവിനെ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ അപ്പോഴും ഒരു കാര്യം ഓർക്കുക, ഇപ്പോഴും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ ഈ അന്വേഷണം പോകാൻ വേണ്ടി പോവുകയാണ്. കാരണം ആ കരിമണൽ കർത്തയുടെ ഡയറിയിൽ എഴുതിയിരിക്കുന്ന പേരുകളിൽ എല്ലാവരും ഉണ്ട്. ഈ മന്ത്രിസഭയിലെ പല മന്ത്രിമാരുണ്ട്. ഇല്ലെന്ന് നിഷേധിക്കാൻ സാധിക്കുമോ? ED അല്ലെങ്കിൽ ഇത് വ്യക്തമാക്കി തരണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 242 അക്കൗണ്ടുകൾ, മരവിപ്പിക്കപ്പെട്ടിരിക്കുന്ന 242 അക്കൗണ്ടുകളിൽ ഇന്ന ആളുകളില്ല എന്നുള്ളത് വ്യക്തമാക്കട്ടെ. അല്ലെങ്കിൽ ആ ഡയറിയുടെ കോപ്പി വ്യക്തമാക്കട്ടെ. എനിക്ക് തോന്നുന്നു ഒരു ഓൺലൈൻ ചാനൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറേ ആളുകളുടെ പേര് വിവരങ്ങൾ, ആ ഡയറിയുടെ ഒരു കോപ്പി പുറത്തുവിട്ടിരുന്നതാണ്. അന്ന് നമ്മൾ പലരും കണ്ടു. നമ്മൾ ആരും വിചാരിക്കാത്ത പല ആളുകളുടെയും പേര് അതിനകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. അതായത് ഒരു സാധാരണ പ്രാദേശിക നേതാവ് മുതൽ ദേശീയ നേതാക്കന്മാർ വരെ കരിമണൽ കർത്തയുടെ അടുക്കൽ നിന്ന് പണമായിട്ട് വാങ്ങിയിട്ടുണ്ട്. അത് ക്യാഷ് വാങ്ങിയിട്ടുണ്ട്, അക്കൗണ്ടിലേക്കല്ല വാങ്ങിയിരിക്കുന്നത്. ഇതിനൊന്നും രേഖകളില്ല. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ UDFനും ആനന്ദിക്കാനായിട്ടുള്ള വകയില്ല. UDF ആരോപണവുമായിട്ട് വരുന്ന സമയത്ത് വളരെയധികം സൂക്ഷിക്കുക. കാരണം നിങ്ങളും പണം വാങ്ങിയിട്ടുണ്ട്, LDFലെ പല നേതാക്കന്മാരും പണം വാങ്ങിയിട്ടില്ല എന്നും പറഞ്ഞില്ല. CPM നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ പണം വാങ്ങിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പണം വാങ്ങിയിട്ടില്ലേ? പണം വാങ്ങിയിട്ടുണ്ടെന്ന് ആ ഡയറിയിൽ പേരുണ്ട്. അതോടൊപ്പം തന്നെ BJPയുടെ നേതാക്കന്മാർ പണം വാങ്ങിയിട്ടില്ലേ? ആ ഡയറിയിൽ പേരുണ്ട്. ഈ ഡയറിയിൽ പേരുള്ള എല്ലാവരിലേക്കും അന്വേഷണം പോകണം. ഡയറിയിൽ പേരുള്ള 1-2 ആളുകളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണമല്ല ED നടത്തേണ്ടത്. ഈ ഡയറിയിൽ പേരുള്ള മുഴുവൻ ആളുകളെ കുറിച്ചും അന്വേഷിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ED നടത്തുന്ന അന്വേഷണം സത്യസന്ധമാണ് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അതല്ല എങ്കിൽ സാധാരണ നമ്മൾ കണ്ടതാണ്, ED പല ആളുകൾക്കും വെറുതെ സമൻസ് അയക്കും. കത്തയച്ചതിന് ശേഷം മുംബൈയിലെ ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഇത്ര പണം നൽകണം എന്നൊക്കെ പറഞ്ഞ് ചില ഉദ്യോഗസ്ഥന്മാർ ഇവിടെ നടത്തിയ ഒരു സത്യസന്ധമായ അന്വേഷണമൊക്കെ നമ്മൾ കണ്ടതല്ലേ? അത് ഒരു ആൾ നടത്തിയ വലിയ പോരാട്ടം നമ്മൾ കണ്ടതല്ലേ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 കോടി ആവശ്യപ്പെടുന്നു, 3 കോടി ആവശ്യപ്പെടുന്നത് ഒക്കെ നമ്മളുടെ കൺമുമ്പിൽ തന്നെ കിടക്കുന്നുണ്ടല്ലോ ഈ ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണം മികവ്. കാരണം മുംബൈയിലെ ഒരു അക്കൗണ്ടിലേക്ക് ഇത്ര തുക കൈമാറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരനെ ഭീഷണിപ്പെടുത്തിയതും ആ ചെറുപ്പക്കാരൻ അത് ധീരമായിട്ട് വിജിലൻസിനെ അറിയിച്ചതും ഒക്കെ നമ്മുടെ കൺമുമ്പിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ ഈ 242 അക്കൗണ്ടുകളും മരവിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള വിലപേശലുകൾക്ക് വേണ്ടിയിട്ടാണോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കപ്പെടണമെന്ന്. EDയിലുള്ള വിശ്വാസം കേരളത്തിലെ പൊതുജനങ്ങൾക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു വിശ്വാസ്യത ഉണ്ടായിരുന്നെങ്കിൽ സേവ് ബോക്സ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് ജയസൂര്യയുടെ 36 ലക്ഷം മരവിപ്പിച്ചുവെങ്കിൽ ICLന്റെ കോടിക്കണക്കിന് രൂപയാണല്ലോ സേവ് ബോക്സ് ICLലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്തേക്കുന്നത്. FIR ഉണ്ട്. ആ FIR പിന്നീട് കോഷിക്കപ്പെട്ടിട്ടുണ്ട്. കോഷിക്കപ്പെട്ടത് എങ്ങനെയാണ്? കാരണം ഇവർ സെറ്റിൽമെന്റ് ആയിട്ടുണ്ടാവും.
ഇവർ തമ്മിൽ ധാരണയായിട്ടുണ്ടാവും, ICL പണം തിരിച്ച് സേവ് ബോക്സിന്റെ ഉടമസ്ഥന് കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള EDയുടെ അന്വേഷണമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. കാരണം സുതാര്യമായിട്ടുള്ള അന്വേഷണം, സത്യസന്ധമായിട്ടുള്ള അന്വേഷണം അതാണ് നടത്തേണ്ടത്. കരിമണൽ കർത്ത അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം. അയാൾക്ക് കൂട്ടുനിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഉണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. സുതാര്യമായ അന്വേഷണം നടന്നോട്ടെ. പക്ഷെ അതിൻ്റെ പേരിൽ ED ഒരു കച്ചവടവുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇവിടെ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൂടാതെ തന്നെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ LDF നേതാക്കന്മാർ മാത്രമല്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൾ മാത്രമല്ല കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റിയിരിക്കുന്നത്. പണം കൈപ്പറ്റിയിരിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ UDFിലും LDFിലും BJPക്കകത്തുമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിലെ പൊതുസമൂഹം മറന്നു പോകരുത്. മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില മാധ്യമങ്ങൾ പല രീതിയിലുള്ള കാര്യങ്ങൾ പല രീതിയിൽ പുറത്തേക്ക് വിടും. ഇതൊക്കെ ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗമാണ്. ഒരു അന്വേഷണം നടക്കുന്ന സമയത്ത് ആ അന്വേഷണത്തിൽ ആരെക്കുറിച്ചാണോ അന്വേഷിക്കുന്നത് അയാളുടെ അക്കൗണ്ട് പ്രാഥമികമായിട്ട് തന്നെ ഫ്രീസ് ചെയ്യപ്പെടും. ആ ഫ്രീസ് ചെയ്യപ്പെട്ടതിന് ശേഷം പിന്നീട് നമ്മൾക്കത് കോടതിയെ സമീപിക്കാൻ വേണ്ടി സാധിക്കും. കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ കോടതി സ്വാഭാവികമായിട്ടും ചില കണ്ടീഷനുകളോടി ആ അക്കൗണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തു തരും. ഇപ്പം നമ്മളുടെ ദൈനംദിന ചെലവുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഇതാണ് എന്നുണ്ടെങ്കിൽ അത് ED തുറന്നു തരും. മറിച്ച് ഏതെങ്കിലും തരത്തിൽ ഫ്രീസ് ചെയ്യപ്പെടേണ്ടതുണ്ട്, ഒരു മണി ലോണ്ടറിങ്ങോ കാര്യങ്ങളോ ഒക്കെ നടന്നിട്ടുണ്ട് ആ അക്കൗണ്ടിൽ എങ്കിൽ ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെടും. ഇതിനപ്പുറത്തേക്ക് ഇത്ര വലിയൊരു പ്രാധാന്യത്തോടു കൂടി ഈ വാർത്തയെ ഹൈലൈറ്റ് ചെയ്ത് വേണ്ട വലിയൊരു പാതകമാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിലൊന്നും ഈ കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്.